PS അച്യുതാനന്ദൻ എന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ തലസ്ഥാനം വിട ചൊല്ലുകയാണ്. കൃത്യം 2 മണിക്ക് തന്നെ മൃതദേഹവുമായുള്ള വിലാപയാത്ര ആലപ്പുഴയിലേക്ക് യാത്ര തിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുവരെ കാണാനുള്ളവർക്ക് അവസരമുണ്ടാകും. ഒരുമിച്ച് കാണാനുള്ളവർക്ക് ദർബാർ ഹാളിൽ എത്തി കാണാൻ അവസരം നൽകുമെന്നുള്ളതാണ് പാർട്ടി അറിയിച്ചിട്ടുള്ളത്. 11 മണിക്കൂർ സമയമെടുത്ത് ആലപ്പുഴയിലേക്ക് വിലാപയാത്ര എത്തിച്ചേരും. അതായത് നാളെ പുലർച്ചെ 1 മണിക്ക് വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നിലവിലെ പ്രതീക്ഷ. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ലഭിച്ചിട്ടുള്ള വിവരം. ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തത്സമയം വിശദാംശങ്ങളുമായി. ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ് ആദ്യം. ഹാഷ്മി, വിലാപയാത്ര കൃത്യം 2 മണിക്ക് തന്നെ പുറപ്പെടും. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് മൃതദേഹം അപ്പോൾ എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പാർട്ടി അറിയിച്ചിട്ടുള്ളത്. ഇനിയും കാണാൻ ആളുകൾ ഉണ്ട്. ക്യൂ വളരെ നീളത്തിലുള്ളതാണ്. അപ്പോൾ അവരെല്ലാവരെയും ഒരുമിച്ച് കയറ്റി ഹാളിനകത്തേക്ക് കയറ്റി അവർക്ക് കാണാൻ അവസരമൊരുക്കുന്ന തരത്തിലേക്കാണോ പാർട്ടിയുടെ ക്രമീകരണം? ഉറപ്പായും അനുജ, സമര കേരളം അതിൻ്റെ സമരനാഥന് വിട നൽകുകയാണ്. അതാ ഇവിടെ കാണാൻ ക്യൂ നിൽക്കുന്ന ബാക്കി ആൾക്കാർ വളരെ വേഗത്തിൽ അക്ഷരാർത്ഥത്തിൽ ഓടുന്നു എന്ന് തന്നെ പറയാം. പോലീസുകാർ വേഗം എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളായി പോലീസുകാർ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവരെ പരമാവധി വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തിച്ച് VS നോക്കാണ്ട് ഈ പറഞ്ഞ പൊതുദർശനം അവസാനിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ കാണുന്നത് പോലെ ഈ ക്യൂവിൻ്റെ അങ്ങേയറ്റം പിന്നെയും ആളുകൾ നിറയുന്നു. ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അവരെയും പരമാവധി ആളുകളെ അങ്ങോട്ടേക്ക് എത്തി വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുക എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ഉള്ള ദൗത്യം. ആളുകൾ ഓടുന്നത് നമുക്ക് കാണാം. അനുജ, ഓടി തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. കാര്യം 2 മണി എന്ന് പറയുന്ന ആ സമയക്ലിപ്തോടുകൂടി പാലിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ക്രമീകരണ സംവിധാനങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം വിജയിക്കും എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ സമയം വെച്ച് നോക്കിയാൽ പക്ഷേ പോലീസ് അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസിൻ്റെ കഠിനാധ്വാനം നോക്കിയാൽ പക്ഷേ 2 മണി എന്നുള്ള സമയത്തിനകം തന്നെ പൊതുദർശനം പൂർത്തിയാക്കി കേരളത്തിൻ്റെ സമരനാഥനെ അങ്ങോട്ടേക്ക് വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പക്ഷേ എന്ന് പറയുമ്പോൾ തന്നെയും ഇപ്പോഴും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ദർബാർ ഹാൾ ഒരു ജനസാഗരമായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇവിടെ പൊതുദർശനം 9 മണിക്ക് തുടങ്ങിയ ആ സമയം മുതൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ക്യൂവിൻ്റെ നീളം അല്ലെ ഈ ക്യൂവിൻ്റെ വേഗത അല്പം പോലും കുറഞ്ഞിട്ടില്ല. വളരെ വേഗതയിൽ തന്നെ ഈ ക്യൂ മുന്നോട്ടേക്ക് നീങ്ങി VS-നെ കണ്ട് മടങ്ങുന്നു. ഈ സൈഡിലുള്ള ക്യൂ അപ്പർ സൈഡിലുള്ള ക്യൂ ഏതാണ്ട് ഒരേപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇപ്പോഴും പക്ഷേ കൂടുതൽ ആളുകൾ വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. VS എന്താണ്, അല്ലെങ്കിൽ VS-ന്റെ രാഷ്ട്രീയം എന്താണ്, VS-ന്റെ രാഷ്ട്രീയം എങ്ങനെയാണ് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ ആഴത്തിൽ സ്പർശിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ നമുക്ക് തൊട്ടറിയാൻ കഴിയുന്നു അനുജ. കാര്യം VS-ന്റെ രാഷ്ട്രീയം അത് ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവരൊക്കെയും. ഏതെങ്കിലും തരത്തിൽ മാത്രമല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ജെൻസി എന്നൊക്കെ പറയുന്ന യുവാക്കളായിരുന്നു. പക്ഷേ VS-ന്റെ വളരെ സജീവ രാഷ്ട്രീയ കാലത്ത് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ VS-ന്റെ ആ സമരകലുഷ അല്ലെങ്കിൽ ആ സമരയൗവനം നേരിട്ട് കാണാത്ത ആ പ്രായത്തിലുള്ള കുട്ടികൾ ധാരാളമായി വരുന്നുണ്ട്. അവർ ഹൃദയം തകർന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കണ്ണേ കേരള VS എന്ന മുദ്രാവാക്യം നമ്മൾ കണ്ടു. ഒരുപക്ഷെ അതുതന്നെയാണ് ഈ പൊതുദർശനത്തിൻ്റെ പ്രധാന കാഴ്ചകളിലൊന്ന്. കൂടുതൽ കുട്ടികൾ ഇക്കാലത്തെ പുതിയ തലമുറ VS-നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ജോസഫ് സി മാത്യു പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ VS ആയിരുന്നു ഏറ്റവും വലിയ യുവാവ് എന്ന് പറയുന്നുണ്ടായിരുന്നു. VS-നെ ഏതൊക്കെയോ തലങ്ങളിൽ കണക്ട് ചെയ്യുന്ന യുവതലമുറ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് VS മുന്നോട്ട് വെച്ച പുതിയ കാല രാഷ്ട്രീയം കൊണ്ടാവണം. ഒരുപക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഭാവി തലമുറയ്ക്ക് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നൈരൂപീകരണമാകണം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് VS-നെ കാണാൻ സമൂഹത്തിൻ്റെ പല പരിച്ഛേദങ്ങളുള്ളവർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ രാവിലെ മുതൽ കാണുന്നത് ഒരുപാട് നേതാക്കൾ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹാക്കൾ, കൂടെ പ്രവർത്തിച്ചിരുന്നവർ, അദ്ദേഹത്തിൻ്റെ സഹചാരിയായിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ദൂരദേശങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്ന കാര്യം രാഷ്ട്രീയാതീതമായി കേരള രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു തലപ്പൊക്കമായിരുന്നു VS എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തി ആദരമർപ്പിച്ച് VS-ഉം അവരുമായുള്ള വൈയക്തിക ബന്ധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവച്ചു. അതിനേക്കാളൊക്കെ ഉപരി
അതിനേക്കാളൊക്കെ ഉപരി ഈ വരുന്ന സാധാരണക്കാർ തന്നെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട കാഴ്ച. വളരെ വൈകാരികമായി സംസാരിക്കുന്ന VS-മായുള്ള അനുഭവത്തെപ്പറ്റി വളരെ വൈകാരികമായി സംസാരിക്കുന്ന ആളുകൾ. ഏറ്റവും പ്രധാനം നമ്മൾ ചെങ്കച്ചുള്ള ഒരു അമ്മ തന്നെയായിരുന്നു പ്രധാനം. അവർ അവിടെ നിന്ന് കയറുമ്പോൾ നമ്മൾ കാണുന്നതാണ് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടാണ് അവർ വന്ന് VS-നെ കണ്ടു മടങ്ങിയത്. അവരുടെ വീട്ടിൽ ചെങ്കച്ചുള്ളവർ വീട്ടിൽ VS പോയ കാര്യവും VS പോയി അവർക്ക് വീടിൻ്റെ ഡ്രെയിനേജ് സംവിധാനം ശരിയാക്കാൻ VS ഇടപെട്ട കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ കരച്ചിലും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ VS-മായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ VS-ൻ്റെ നയം അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായി അവർ അനുഭവിച്ച ആളുകൾ ഒക്കെ വളരെ വൈകാരികമായി തന്നെ കണ്ണു നിറഞ്ഞുകൊണ്ട് സജലമിഴികളോടെ VS-ന് അവരുടെ പ്രിയപ്പെട്ട സഖാവിന് യാത്രാമൊഴി നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അനുജ, ഈ കാഴ്ചകൾ ഉറപ്പായും ഒരു കാര്യം ഉറപ്പിക്കുന്നു, ഇനിയൊരു നേതാവ് ഇനി കേരളത്തിന് ഇങ്ങനെയില്ല. അതൊരു ഗ്രാൻഡ് നറേറ്റീവായിരുന്നു, അതൊരു ബൃഹദാഖ്യാനമായിരുന്നു. ആ ആഖ്യാനം ഇന്നത്തോടുകൂടി അത് അവസാനിക്കുന്നു. ആ ഓർമ്മകൾ ബാക്കി നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ആ ഭൗതിക സാന്നിധ്യം, ആ ഫിസിക്കൽ പ്രസൻസ് ഇന്നത്തോടുകൂടി അവസാനിക്കുന്നു എന്നുള്ള കാര്യം അത് ചെറിയ വേദനയല്ല.